അതായത് ജംഗിൾ രാജ് തിരികെ വരണമോ എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് NDA സഖ്യം എന്നറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് 10-20 വർഷം മുൻപത്തെ കാര്യമാണ്. അന്ന് ലാലു പ്രസാദ് ആയിരുന്നെങ്കിൽ ഇന്ന് തേജസ്വി യാദവ് ആണെന്നുള്ള വ്യത്യാസമുണ്ട്. മാത്രമല്ല കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് നിലവിൽ നിതീഷ് കുമാർ നേരത്തെ സുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 20 വർഷമായി ചെറിയ ചില ഇടവേളകൾ ഒഴികെ മുഖ്യമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ബീഹാറിനെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അത് ബീഹാറിൽ കാണാൻ കഴിഞ്ഞു. കാരണം അങ്ങനെയൊന്നുണ്ടോ എന്ന് പ്രത്യേകം എടുത്തു ചോദിക്കുന്നത് കാരണം ബീഹാറികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭരണം എന്താണ് എന്നവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഭരണം മോശമാണെന്ന വിലയിരുത്തൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബീഹാറിലുടനീളം സഞ്ചരിച്ചപ്പോൾ ഭരണത്തിന് നേരെയുള്ള ഒരു വികാരം സാധാരണ ജനങ്ങൾക്കിടയിൽ കണ്ടിരുന്നു? ഇപ്പൊ നമ്മള് ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ, അതായത് നേപ്പാളിന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെയാണ് കൂടുതലും സഞ്ചരിച്ചത്. അതിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ, ദളിത്, മഹാദളിത് വിഭാഗങ്ങൾ തിങ്ങി താമസിക്കുന്ന കിഷൻഗഞ്ച്, പൂർണിയ, അരാരിയ തുടങ്ങിയ മേഖലകളിലൂടെയൊക്കെ നമ്മൾ പോയിരുന്നു. അതിന് ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം. ഒരു വീട്, ഒരു മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടാണ്, ഒരു ഇളം തിണ്ണയൊക്കെ ഉള്ള ഒരു മനോഹരമായ ഒരു കൊച്ചു വീട്, 2 മുറികളായിട്ടുള്ളത്. അദ്ദേഹം എന്നെ കൊണ്ടുപോയ ഈ സന്നദ്ധ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഈ വീട് നിർമ്മിച്ചതിന് എത്ര രൂപയാണെന്ന് തരത്തുമെന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ആലോചിച്ചിരിക്കുകയാണ്. കാര്യം മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, മുകളിൽ പനമ്പാണ് ഇട്ടിരിക്കുന്നത്, പനമ്പിൽ വെള്ളം വരാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, തൂണുകളായിട്ട് തടികൾ തന്നെയാണ് വെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല എത്ര രൂപയാകുന്നു. അദ്ദേഹം പറഞ്ഞ് 20,000 രൂപയാണ് ഈ വീട് നിർമ്മിക്കാനായെന്ന് പറഞ്ഞ്. മാത്രമല്ല ആ വീടുകൾ ആ കോളനിയിൽ ഒരു 50ഓളം വീടുകളുണ്ട്. പക്ഷെ 2 ടോയ്ലറ്റ് മാത്രമാണ് അവിടെ ഉള്ളത്. ഇതാണ് ബീഹാറിലെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ പക്ഷെ അവരുടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച പലരുടെയും ഒരു കാര്യങ്ങൾ അവർ പറയുന്നത്, അവർക്ക് ഈ പുറത്ത് പോയി പണിയെടുത്ത് കഴിയുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു ലോകം ഇവിടെ ഉണ്ടെന്നും ഒരു വികസിതമായ ഒരു സ്ഥലമായി മാറണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായത്. അവിടെ ഈ LPG ആയാലും അവരൊന്നും പലതും ഉപയോഗിക്കുന്ന പോലുമില്ല. പലപ്പോഴും ഒരു കസേര പോലെ ഇരിക്കാനായിട്ട് മാത്രമാണ്, പീഠം പോലെ ഇരിക്കാൻ വേണ്ടിയാണ് LPG സിലിണ്ടർ പോലും അവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിച്ചിട്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ വളരെയധികം ബുദ്ധിമുട്ട് അവിടെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും ഈ ജാതി തിരിച്ച്, മതം തിരിച്ച്, അവരുടെ കുലം തിരിച്ച്, ഗ്രാമത്തലവൻ പറയുന്നത് പോലെയാണ് പലപ്പോഴും ബീഹാറിലെ വോട്ടിംഗ്. നമ്മൾ ബീഹാറിനെ കുറിച്ച് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ധാരാളം വായിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ സോഷ്യലിസത്തിന്റെ ഈറ്റില്ലമാണ്. ഇന്ദിരാഗാന്ധിക്ക് പോലും ചുട്ട മറുപടി കൊടുക്കാൻ നൽകിയ അടിയന്തരാവസ്ഥയെ മറിച്ചിടാനുള്ള ഒരു വലിയ മുന്നേറ്റം ആരംഭിച്ച ജനതയാണ്. അതുകൊണ്ട് അവർ എല്ലാ തരത്തിലും മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ തരത്തിലുള്ള യാതൊരുവിധ ജനകീയ ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷെ എങ്കിൽ പോലും അവരുടെ വോട്ട് ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് ജാതിയുടെയും മതത്തിന്റെയും ഗ്രാമത്തലവന്റെയും അടിസ്ഥാനത്തിൽ, അവർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു നിരാശാപരമായിട്ടുള്ള ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, കാര്യം BJP എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് അവിടെ നേരിടാൻ പോകുന്നത്. BJP ഒരു പാർട്ടി എന്ന തലത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കൃഷിയായിട്ട് BJP മാറുകയാണ്. RJDക്ക് മറ്റു സ്ഥലങ്ങളില്ല, അതായത് ഈ പൂർണിയ, കിഷൻഗഞ്ച് തുടങ്ങിയ മേഖലകളിൽ വലിയ തരത്തിലുള്ള ഒരു വേരോട്ടമുണ്ട്. RJDക്ക് വലിയ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് എത്ര സീറ്റ് വാങ്ങും എന്നുള്ളത് തന്നെയായിരിക്കും ഈ ഭരണത്തിലെത്തുന്നതിന് വലിയ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി മാറുക. മാത്രമല്ല ഇതുകൂടാതെ ഈ ജനസുരാജ് പാർട്ടി എത്ര വോട്ട് കട്ട് ചെയ്ത് മാറ്റും, അത് കട്ട് ചെയ്യുന്നത് BJPയുടെ വോട്ടാണോ എങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാകും എന്ന് തന്നെയാണ് ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നമുക്ക് ചെയ്യാൻ കഴിയുക.